എത്യോപ്യയിലൂടെയുള്ള സഞ്ചാരത്തിനിടെ റിഫ്റ്റ് വാലിയിലുള്ള കോക്ക എന്ന പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. മുന്നിൽ നടക്കുന്ന ജാസു എന്ന ഗ്രാമീണൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് എന്നെ. വേലിക്കെട്ട് കടന്ന് അദ്ദേഹത്തിന്റെ പുരയിടത്തിലേക്കു കയറി. കഴുതകളും കുതിരവണ്ടിയും വൈക്കോൽ കൂനയും ഒക്കെയുള്ള ഒരു പുരയിടം. വൃത്താകാരമാർന്ന ഒരു വീടാണ് ജാസുവിൻ്റേത്. കുടിലിന്റെ മേൽക്കൂര ഈ വിധം മേഞ്ഞതാണ്. വീടിനകത്ത് പ്രധാനമായുള്ളത് കുറെ ചാക്കുകെട്ടുകളാണ്. മെതിച്ചെടുത്ത ധാന്യമാണതിൽ. ഈ പാവം കർഷകന്റെ സമ്പാദ്യം. 50 വയസ്സുണ്ടാവും ജാസുവിന്. ഒരു സാധാരണ കർഷകൻ. വീട്ടിലെ പ്രധാന ഫർണിച്ചർ അതൊക്കെ തന്നെ. ഒരു കോണിൽ അടുപ്പ്, കുറച്ച് പാത്രങ്ങൾ. ജാസുവിന്റെ കുടുംബത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇത്രയൊക്കെയേ ഉള്ളൂ. ഇതാണ് ജാസുവിന്റെ ഭാര്യ. കൂടെ കുഞ്ഞുമുണ്ട്. അവൻ അപരിചിതരെയും ക്യാമറയുമെല്ലാം കണ്ട് അല്പം അസ്വസ്ഥനാണ്. മാസ എന്നാണ് ജാസുവിന്റെ ഭാര്യയുടെ പേര്. പാരമ്പര്യ ശൈലിയിൽ മുടി പിന്നിയിട്ട ഒരു എത്യോപ്യൻ സുന്ദരി. ക്രിസ്ത്യാനികളാണിവർ. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ. ഇവനും ജാസുവിന്റെ സന്തതി തന്നെ. 5 മക്കളുണ്ട് ജാസുവിന്. തെല്ലൊരു നാണത്തോടെ അമ്മയും മക്കളും ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്നു. അപ്പോഴേക്കും വീടിന്റെ വാതിൽക്കൽ കുറെ ആളുകൾ കൂടി. അടുത്ത വീടുകളിലെ സ്ത്രീകളും കുട്ടികളുമെല്ലാം ഉണ്ട്. ഇതാണ് ജാസുവിന്റെ അമ്മ. ഗുച്ചി എന്നാണ് ഇവരുടെ പേര്. ജാസുവിന്റെ കസിനാണിത്. അങ്ങനെ വലിയൊരു സംഘമുണ്ട്. ഞാൻ വീടിന് പുറത്തിറങ്ങി. മാസയും മക്കളുമുണ്ട് വാതിൽക്കൽ. വെള്ളവും ഇന്ധനവും ഒക്കെ കൊണ്ടുവരുന്ന കുതിരവണ്ടി. പ്രത്യേകമായൊരു രീതിയിലാണ് റിഫ്റ്റ് വാലിയിലെ കർഷക ജീവിതം. ഒരു മൈതാനത്ത് പല വട്ടക്കുടിലുകളുണ്ട്. ഒരു വീടിന്റെ പല മുറികളെന്ന് ഈ ഓരോ കുടിലിനെയും വിശേഷിപ്പിക്കാം. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഒറ്റക്കെട്ടിടത്തിൽ പല മുറികൾ ഉണ്ടാക്കുന്നു. ഇവരാകട്ടെ ആ മുറികൾ പലയിടത്തായി വിട്ടുവിട്ട് നിർമ്മിക്കുന്നു. ഒന്നിൽ വീട്ടുകാർ അന്തിയുറങ്ങുമ്പോൾ മറ്റൊന്ന് അടുക്കളയായും വേറൊരെണ്ണം ധാന്യപ്പുരയായും ഉപയോഗിക്കുന്നു. ചില മുൾച്ചെടികൾ വെച്ചുപിടിപ്പിച്ചാണ് പുരയിടത്തിന്റെ അതിര് നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത പുരയിടത്തിലേക്ക് കടക്കാം. അയൽപ്പക്കത്തെ വീടിന്റെ സ്വഭാവവും സമാനമാണ്. ഞാനതെല്ലാം ചിത്രീകരിക്കുമ്പോഴേക്കും ഒരു ഭാഗത്ത് ഗ്രാമത്തിലെ കുറേ ആളുകൾ കൂടിക്കഴിഞ്ഞു. ഹൈവേയുടെ ഓരത്തുള്ള ഗ്രാമമാണെങ്കിലും ഇവിടെയൊന്നും വൈദ്യുതി എത്തിയിട്ടില്ല. ജാസുവിന്റെയും മാസയുടെയും അയൽക്കാരിയാണിത്. അവരുടെ കുഞ്ഞും. എത്യോപ്യയിലെ സ്ത്രീകൾ മുടി പിന്നിയിടുന്ന രീതി രസകരമാണ്. സ്പ്രിങ് പോലുള്ള മുടിയാണെങ്കിലും അതിങ്ങനെ പല ഇഴകളായി വൃത്തിയിൽ കെട്ടിയൊരുക്കും. ഇതൊരു കലാരൂപം തന്നെയാണ്. ഇവിടെ വന്ന് സായിപ്പുമാർ വരെ ഇങ്ങനെ കേശാലങ്കാരം നടത്താറുണ്ട്. നാട് അവികസിതമാണെങ്കിലും സിവിലൈസ്ഡ് സമൂഹമാണ് എത്യോപ്യയിലേത്. ജാസുവിന്റെ കസിൻ എന്നെ മറ്റൊരു കുടിലിലേക്ക് നയിച്ചു. മൺകട്ട കെട്ടി പുല്ലുമേഞ്ഞ മറ്റൊരു കുടിൽ. അതിന്റെ മരവാതിൽ തുറന്നു. ഇതിനുള്ളിലും കുറെ ചാക്കുകെട്ടുകളുണ്ട്. ധാന്യം നിറച്ച ചാക്ക്. ജാസുവിന്റെ സമ്പാദ്യം തന്നെ ഇതാണെന്ന് പറയാം. തെഫ് കൊയ്തു കഴിഞ്ഞ കാലമാണ്. തെഫ് ധാന്യം അത് കൊയ്തെടുക്കുന്ന വയലിൽ തന്നെയിട്ട് മെതിക്കുന്നതാണ് പതിവ്. കഴുതയെയോ കാളയെയോ ഉപയോഗിച്ചാവും മെതിക്കൽ. നീളൻ ഒറ്റയുടുപ്പാണ് എത്യോപ്യൻ സ്ത്രീകളുടെ വേഷം. അല്പം മുഷിഞ്ഞ വസ്ത്രമാണ്. ആഫ്രിക്കൻ നാടുകളിൽ സ്ത്രീകൾക്ക് മികച്ച പരിഗണന നൽകുന്ന സമൂഹങ്ങളുള്ളത് എത്യോപ്യയിലാണ്. ക്രിസ്തുമതത്തിന്റെ സ്വാധീനം കൂടിയാണ് അതിന് കാരണം. ദാരിദ്ര്യമുണ്ടെങ്കിലും ആഫ്രിക്കയിൽ ഏറ്റവും ആയുർദൈർഘ്യമുള്ളത് എത്യോപ്യക്കാർക്കാണ്. 65 വയസ്സാണ് ഇവരുടെ ശരാശരി ആയുർദൈർഘ്യം. അങ്ങനെ നിൽക്കെ ഒരു സംഘം ആളുകൾ ഇതാ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ജാസുവും കസിനുമുണ്ടതിൽ.
എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ അജിനെ കാണാൻ വന്നതാണവർ. ഡ്രൈവർ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ഡോക്ടർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നൽകുന്നു. ഗ്രാമത്തിലെ ഒരാൾക്ക് ക്യാൻസറാണ്. അത് ഏതോ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്റെ കൂടെയുള്ള അജിൻ ഡോക്ടറാണെന്ന് കേട്ട് ആളുകൾ ചുറ്റും കൂടിയതാണ്. ഡോക്ടർ അജിൻ അദ്ദേഹത്തിന്റെ കാർഡ് നൽകി. അഡിസബാബയിൽ വന്നിട്ട് വിളിച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം അവിടുത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ചെന്നാൽ ചികിത്സയ്ക്കുള്ള എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അജിൻ പറഞ്ഞു. നാട്ടുകാർക്ക് വലിയ ആശ്വാസമായി. ആ പാവങ്ങൾക്ക് നഗരവുമായി ഒരു ബന്ധവുമില്ല. എന്റെ വരവ് കൊണ്ട് ഒരു ചെറിയ ഗുണം നാട്ടുകാർക്കുണ്ടായതിൽ എനിക്കും സന്തോഷമായി. മാസ, ജാസു, അവരുടെ മക്കൾ, ജാസുവിന്റെ അമ്മ, അയൽക്കാർ, അങ്ങനെ കുറെ പേരെ ഇപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഞാൻ അവരോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. കുട്ടികൾ യാത്ര അയക്കാനായി കാറിനടുത്തുവരെ വന്നിട്ടുണ്ട്. ഇവരെയൊന്നും വീണ്ടും ഒരിക്കൽ കൂടി കാണുകയുണ്ടാവില്ല. ഞങ്ങൾ യാത്ര തുടർന്നു. ആ ഗ്രാമത്തിന് ഇന്ന് ഞങ്ങളുടെ സന്ദർശനം തന്നെയായിരിക്കും പ്രധാന വിശേഷം. റിഫ്റ്റ് വാലിയിലൂടെയാണ് യാത്ര. സിറിയ മുതൽ മൊസാംബിക് വരെ നീണ്ടുകിടക്കുന്ന 6000 കിലോമീറ്റർ നീളമുള്ള ഇടിവ് താഴ്വരയുടെ ഭാഗമാണിത്. നിരവധി ഗ്രാമങ്ങളുണ്ടിവിടെ. ഏതാനും ഗ്രാമങ്ങൾ കഴിയുമ്പോൾ ഒരു ചെറിയ അങ്ങാടിയിലേക്കെത്തും. ഒരു പലചരക്ക് കടയും റെസ്റ്റോറന്റുമൊക്കെയുള്ള അങ്ങാടി. മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന മോസ്കുകൾ പലയിടത്തുമുണ്ട്. ഒട്ടകങ്ങൾ മേയുന്ന വെളിംപറമ്പുകൾ, ഓർത്തഡോക്സ് പള്ളികൾ. എത്യോപ്യയുടെ ആകെ ജനസംഖ്യയിൽ 62% ക്രിസ്ത്യാനികളാണ്. 34% പേർ മുസ്ലിങ്ങളും. എത്യോപ്യയുടെ ഒറോമിയ റീജിയനിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ മെക്കി എന്നൊരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ധാരാളം ഓട്ടോറിക്ഷകൾ, കുതിരവണ്ടികൾ, ബൈക്കുകൾ. ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു പട്ടണം പോലുണ്ട്. ഇന്ത്യൻ നിർമ്മിതമാണ് ഇവിടെയുള്ള ബൈക്കുകളും ഓട്ടോറിക്ഷകളുമെല്ലാം. ഇന്ത്യക്കാരെ ഇന്നാട്ടുകാർക്ക് പരിചിതമാകുന്നത് അത്തരം വാഹനങ്ങളിലൂടെയാണ്. റിഫ്റ്റ് വാലിയിൽ കുറെ തടാകങ്ങളുള്ള പ്രദേശമാണിത്. സിവായ് എന്ന തടാക തീരത്തെ പട്ടണമാണ് മെക്കി. തടാകക്കരയിലൂടെയല്ല ഹൈവേ പോകുന്നത് എന്നതിനാലാണ് അത് കാണാത്തത്. കുതിരവണ്ടിയിൽ നിന്നുകൊണ്ടാണ് ഒരാളുടെ പോക്ക്. ഓട്ടോ സ്റ്റാൻഡുകൾ ഇവിടെയുമുണ്ട്. നമ്മുടെ തമിഴ്നാടിന്റെയൊക്കെ നിലവാരം തന്നെയാണ് ഈ പട്ടണങ്ങൾക്ക്. പാതയോരത്ത് കടകൾ, റെസ്റ്റോറന്റുകൾ. ഗ്രാമത്തിലാകട്ടെ വെളിംപറമ്പുകളിൽ പൊടി പറത്തിപ്പോകുന്ന കാലിക്കൂട്ടം, കഴുതവണ്ടികൾ, കന്നുകാലികളെ മേയ്ക്കുന്നവർ. ഇറച്ചിക്ക് വേണ്ടിയാണ് ഇവർ പ്രധാനമായും കന്നുകാലികളെ വളർത്തുന്നത്. ഏത് ഗ്രാമത്തിലുമുണ്ട് ഒരു പള്ളി. എത്യോപ്യൻ ഓർത്തഡോക്സ് പള്ളികളാണ് കൂടുതലും. തീവ്ര വിശ്വാസികളാണ് എത്യോപ്യക്കാർ. പുല്ലുമേഞ്ഞ ചെറുകുടിലുകളുള്ള ഈ ഗ്രാമങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ഒരു കൗതുക കാഴ്ചയാണെങ്കിലും രാജ്യത്തിന്റെ പുരോഗതിയില്ലാത്ത അവസ്ഥ തന്നെയാണ് അവിടെ പ്രകടമാവുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നോക്കാവസ്ഥയുടെ സൂചകങ്ങളാണ് ആ വീടുകൾ. എത്യോപ്യയിലെ ഏറ്റവും വലിയ വംശീയ വിഭാഗങ്ങളിലൊന്നായ ഒറോമോ ജനത വസിക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഒറോമോകളുടെ വാസപ്രദേശമാണ് ഒറോമിയ റീജിയനായി തിരിച്ചിരിക്കുന്നത്. ഈ റീജിയണിൽ ആകെ 3.5 കോടി ഒറോമോകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇത് സിവായ് പട്ടണമാണ്. സിവായ് തടാക തീരത്ത് തടാകത്തിന്റെ തന്നെ പേരിലുള്ള പട്ടണം. തടാകത്തിൽ നിന്നുള്ള മത്സ്യബന്ധനമാണ് ഇവിടുത്തെ വലിയൊരു വിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം. ഇവിടെ ധാരാളം ഫ്ലവർ ഫാമുകളുണ്ട്, വമ്പൻ ഫാമുകൾ. സിവായ് തടാകത്തിന്റെ തീരം വരെ എത്തി നിൽക്കുകയാണത്. തടാകത്തിൽ നിന്നുള്ള ജലമാണ് പുഷ്പകൃഷിക്കായി ഉപയോഗിക്കുന്നത്. എത്യോപ്യയുടെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം മാറ്റുന്നതിൽ വലിയൊരു പങ്കുണ്ട് ഫ്ലവർ ഫാമുകൾക്ക്. എത്യോപ്യയിൽ നിന്നും റോസ് പുഷ്പങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമെല്ലാം വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 90കളിലാണ് എത്യോപ്യ വ്യാവസായിക അടിസ്ഥാനത്തിൽ പുഷ്പകൃഷി തുടങ്ങിയത്. പ്രതിവർഷം $550 മില്യൺ പൂക്കളാണ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്.
ഇവിടെ വഴിയരികിൽ കുറച്ചു പക്ഷികളുണ്ട്. കൂറ്റൻ കഴുകന്മാരാണ്. വാഹനമിടിച്ചു ചത്ത ഒരു ഒട്ടകത്തിന്റെ ശരീരം അകത്താക്കിക്കൊണ്ടിരിക്കുകയാണവർ. മൊട്ടത്തലയും നഗ്നമായ കഴുത്തും ജീർണ ശരീരത്തിനകത്തേക്കു കയറ്റി മാംസാവശിഷ്ടങ്ങൾ ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ഓൾഡ് വേൾഡ് വൾച്ചർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കഴുകന്മാരാണിത്. ശവശരീരം മാത്രം ഭക്ഷിച്ചു ജീവിക്കുന്നവർ. ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് ഇവരുടെ ഒരു പ്രധാന ആവാസ മേഖല. എത്യോപ്യയിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിയാണിത്. മറ്റു പല രാജ്യങ്ങളും ഇവരെ സംരക്ഷിത ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിധം നമ്മുടെ നാട്ടിൽ സാധാരണമല്ലാത്ത നിരവധി ഇനം കൂറ്റൻ പക്ഷികളെ എത്യോപ്യയിലൂടെയുള്ള യാത്രക്കിടയിൽ കാണാം. 800-ലധികം സ്പീഷീസിലുള്ള പക്ഷികൾ രാജ്യത്തുണ്ടെന്നാണ് കണക്ക്. കെനിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്യോപ്യയിൽ വൈൽഡ് ലൈഫ് വളരെ കുറവുമാണ്. ഒരു വലിയ ഒട്ടകത്തിന്റെ ശരീരം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇവർ തിന്നു തീർക്കും. ഞാനങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കെ ആരോ കഴുകന്മാരെ ഓടിക്കുന്നു. നോക്കുമ്പോൾ ഇവനാണ് അവയെ കല്ലെറിഞ്ഞോടിക്കുന്നത്. കാലിക്കൂട്ടം കടന്നുപോകുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. കുറച്ചുകൂടി ചെല്ലുമ്പോൾ വലിയ കെട്ടിട കോംപ്ലക്സുകൾ കാണാം. ചില വ്യവസായ പാർക്കുകളും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുമൊക്കെയാണിത്. അത്തരത്തിലുള്ള വലിയ കുറേ സ്ഥാപനങ്ങളുണ്ടിവിടെ. ഗ്രാമത്തിലാകട്ടെ പുല്ലുമേഞ്ഞ വട്ടക്കുടിലുകൾ ദാരിദ്ര്യ പ്രതീകം പോലെ നിൽക്കുന്നു. പല വിഭാഗം ആളുകൾ തമ്മിൽ ഇവിടെയുള്ള അന്തരം വളരെ വലുതാണ്. ഞങ്ങൾ അബിത് ജാത്താശാല നാഷണൽ പാർക്ക് പ്രദേശത്തേക്കെത്തി. ഇവിടെ നിരവധി റിസോർട്ടുകളും ടൂറിസ്റ്റ് ലോഡ്ജുകളുമൊക്കെയുണ്ട്. പാർക്കിലെ ലാംഗാനോ തടാകത്തിന്റെ തീരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. മെയിൻ ഹൈവേയിൽ നിന്നും തിരിഞ്ഞാണ് ലാംഗാനോ തടാക തീരത്തേക്കുള്ള യാത്ര. മൺപാതയാണ്. കുറേ ഗ്രാമങ്ങൾ പിന്നിട്ട് വേണം പോകാൻ. ഗ്രാമത്തിലെ കുട്ടികൾ വാഹനം കണ്ട് ഓടിയെടുക്കുന്നു. അങ്ങനെ നീങ്ങവേ ഞങ്ങളുടെ കാറിന് എന്തോ ഒരു തകരാറുണ്ടായി. അഡിസു പുറത്തിറങ്ങി ബോണറ്റ് തുറന്നു. സതീഷുമുണ്ട് കൂടെ. നല്ല വെയിലുണ്ട്. ഒന്നും പിടുത്തം കിട്ടുന്നില്ല. അവർ എന്തൊക്കെയോ പരിശോധിച്ചു. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. അഡിസു ആരെയെല്ലാമോ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. കാർബറേറ്ററിനാണ് തകരാറെന്ന് മനസ്സിലായി. വണ്ടി തണുപ്പിച്ചാൽ ഒരുപക്ഷെ സ്റ്റാർട്ടായി കിട്ടിയേക്കുമെന്ന് പറഞ്ഞ് കുറെ നേരം കാത്തുനിന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്ന ഗ്രാമീണരുടെ എണ്ണം കൂടി. ഇന്നിവർക്ക് സ്കൂളില്ലെന്ന് തോന്നുന്നു. അടുത്തൊരു സ്കൂളുണ്ട്. അതിന്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ അടുത്ത് ഒരു റിസോർട്ടുണ്ട്, സബാന റിസോർട്ട്. ഈ കഴുതവണ്ടിയിൽ കയറി റിസോർട്ടിലേക്ക് പോയാലോ എന്നായി എന്റെ ആലോചന. ഞങ്ങളുടെ കാർ ശരിയാവുന്നില്ല. വേറൊരു വാഹനം വരുന്നതുമില്ല. കന്നുകാലിക്കൂട്ടങ്ങൾ പൊടി പറത്തി അങ്ങനെ വരുന്നു. അതിനൊപ്പമുള്ളവർക്കെല്ലാം ഞങ്ങൾ വിദേശികളാണ്. ഞങ്ങളാണെങ്കിൽ ടെൻഷനിലും. കാർ സ്റ്റാർട്ടായില്ലെങ്കിൽ ഇന്നത്തെ ദിവസം പാഴാകും. അജിനും കൂടി ചെന്ന് എന്തെല്ലാമോ ചെയ്തപ്പോൾ കാർ സ്റ്റാർട്ടായി. ഞങ്ങൾ അതിൽ കയറി യാത്ര തുടങ്ങി. അടുത്തുള്ള റിസോർട്ടിലേക്ക് പോകാമെന്നാണ് തീരുമാനം. പക്ഷേ 200 മീറ്റർ ചെന്നപ്പോഴേക്കും കാർ തകരാറുകൾ കാണിച്ചു തുടങ്ങി. ഒടുവിൽ വഴിയുടെ നടുക്ക് തന്നെ അത് നിന്നു. അഡിസു ഒരു വിധത്തിൽ അത് പാതയോരത്തേക്ക് മാറ്റിയിട്ടു. ബോണറ്റ് തുറന്നുവെച്ച് നിൽപ്പായി അഡിസു. ഇനി എന്തു ചെയ്യും? അങ്ങനെ നിൽക്കെ ഒരു കാർ വന്നു. സബാന റിസോർട്ടിലേക്ക് പോകുന്നതാണ്. അതിൽ ഞങ്ങളെ കൂടി കയറ്റി. അഡിസു തകരാറിലായ കാറിന് കാവൽ നിന്നു. ഞാനും അജിനും സതീഷും ഈ കാറിൽ കയറുകയും ചെയ്തു.
മെയിൻ ഹൈവേയിൽ നിന്ന് കുറെ ഉള്ളിലേക്ക് കയറിയാണ് തടാകവും റിസോർട്ടുമെല്ലാം. കെനിയൻ മൈതാനക്കാടിനെ ഓർമ്മിപ്പിക്കുന്ന പ്രകൃതി. ഇതാണ് സബാന റിസോർട്ടിന്റെ ഗേറ്റ്. നേരെ മുന്നിൽ ചുവപ്പ് നിറത്തിൽ കാണുന്നത് തടാകമാണ്. വരണ്ട നിറവും ഭാവവുമായി തടാകം അങ്ങനെ കിടക്കുന്നു. ധാരാളം കോട്ടേജുകളും മികച്ച സൗകര്യങ്ങളുമുള്ള റിസോർട്ട്. വലിയൊരു പ്രദേശമാകെ റിസോർട്ടിന്റെ ഭാഗമാണ്. ഞങ്ങളെ റിസോർട്ടിന്റെ പാർക്കിങ്ങിൽ ഇറക്കി. അക്കാണുന്നതാണ് ഓഫീസ്. ധാരാളം വിദേശികൾ വന്ന് താമസിക്കുന്ന ഇടമാണിത്. ഞങ്ങൾ ഓഫീസിൽ ചെന്ന് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ റെസ്റ്റോറന്റിൽ കാത്തിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ഒരു വാഹനം സംഘടിപ്പിക്കാനാവുമോ എന്ന് നോക്കുകയാണ് റിസോർട്ട് ജീവനക്കാർ. അവരുടെ സംസാരത്തിൽ നിന്നും വലിയ രക്ഷയൊന്നും ഉള്ളതായി തോന്നിയില്ല. വണ്ടി അഡിസ് അബാബയിൽ നിന്ന് വരണമത്രേ. ഇവിടെ നിന്നും വാഹനങ്ങളൊന്നും കിട്ടില്ലെന്നാണ് അറിഞ്ഞത്. നേരം ഉച്ചയായിരിക്കുന്നു. ഏതായാലും അല്പം ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. വലിയൊരു റെസ്റ്റോറന്റാണ്. പരമ്പരാഗത ശൈലിയിലാണ് നിർമ്മാണം. ലാംഗാനോ തടാകത്തിന്റെ തീരത്താണ് റെസ്റ്റോറന്റ്. ഗോത്രശൈലിയിൽ പുല്ലുമേഞ്ഞതാണ് റെസ്റ്റോറന്റിന്റെ മേൽക്കൂര. ഗംഭീരമായൊരു റിസോർട്ടാണിത്. ധാരാളം ഗ്രാമീണർക്ക് ജോലി ലഭിക്കുന്നുണ്ടിവിടെ. റെസ്റ്റോറന്റിന്റെ ഒരു കോണിൽ ബാർ. അവിടെ ഏതാനും ടൂറിസ്റ്റുകളുണ്ട്. ഓഫ് സീസൺ ആയതിനാലാവാം അധികം ആൾത്തിരക്കില്ല. ഒരു പരിചാരകനെത്തി. ഡോക്ടറും സതീഷും ചേർന്ന് വിഭവങ്ങൾ ഓർഡർ ചെയ്തു. എത്യോപ്യൻ ട്രഡീഷണൽ ഫുഡ് മതിയെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം എത്തുന്നതും കാത്തിരിക്കുകയാണ്. റിസോർട്ടിൽ ഗസ്റ്റുകൾ അധികമില്ല. ഇങ്ങനെയുള്ള ധാരാളം റിസോർട്ടുകളുണ്ട് ലാംഗാനോ തടാകത്തിന്റെ തീരത്ത്. ഒക്ടോബർ മുതൽ അടുത്ത ജൂൺ വരെയുള്ള മാസങ്ങൾ എത്യോപ്യയിൽ ടൂറിസ്റ്റ് സീസൺ തന്നെയാണ്. ഭക്ഷണത്തിന്റെ ആദ്യ ഭാഗമായി സലാഡ് എത്തി. പിന്നെ സൂപ്പ്. അടുത്തതായി ചോറും ടിപ്സ് എന്ന ഇറച്ചിക്കറിയും. സൂപ്പ് മൺചട്ടിയിലാണ് തരുന്നത്. എത്യോപ്യയുടെ ദേശീയ വിഭവമായ ഇഞ്ചറയും എത്തിച്ചേർന്നു. ആ സദ്യ കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്നും പുറത്തിറങ്ങി. റെസ്റ്റോറന്റിന്റെ പുറത്തുനിന്നുള്ള കാഴ്ച ഇതാണ്. താഴെ തടാകം. വരണ്ടുണങ്ങിക്കിടക്കുകയാണ് തടാകതീരം. അന്തരീക്ഷത്തിൽ തണുപ്പുണ്ട്. സുഖകരമായ കാലാവസ്ഥ. തടാക കാഴ്ച അധിക നേരം കണ്ടു നിൽക്കാനായില്ല. റെസ്റ്റോറന്റിനുള്ളിലൂടെ റിസോർട്ടിന്റെ പാർക്കിങ്ങിലേക്ക് നടന്നു. ആകെ ടെൻഷനിലാണ്. ഒരു വണ്ടി കിട്ടിയില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. അങ്ങനെ ചെല്ലവേ 2 ടൂറിസ്റ്റുകളെ പരിചയപ്പെട്ടു. അവർ അഡിസ് അബാബയിലേക്ക് മടങ്ങുന്ന നേരമാണിപ്പോൾ. ഡ്രൈവർ സമ്മതിക്കുമെങ്കിൽ ഇതിൽ കയറിക്കൊള്ളാൻ വിദേശികൾ പറഞ്ഞു. ഡ്രൈവർക്കാകട്ടെ മുതലാളിയെ വിളിച്ചു ചോദിക്കണം. ചോദിച്ചു. മുതലാളി സമ്മതിച്ചെന്നും പറഞ്ഞു. ടൂറിസ്റ്റുകൾക്ക് നടുവിലെ സീറ്റ് നൽകി ഡോക്ടർ അജിനും സതീഷും പിൻസീറ്റിലേക്കു കയറി. എന്നോട് കാരുണ്യപൂർവ്വം മുന്നിലിരുന്നു കൊള്ളാൻ ഡ്രൈവർ പറഞ്ഞു. യാത്ര തുടങ്ങി. ഒരു കുഴപ്പമേയുള്ളൂ. ഇവിടെ നിന്നും വിട്ടാൽ അഡിസ് അബാബയിലെ വാഹനം നിൽക്കൂ. ബ്രിട്ടീഷുകാരൻ സായിപ്പാണ്. ബ്രിട്ടീഷുകാർ ഇപ്പോൾ നമ്മുടെ ശത്രുക്കളല്ല. കാരുണ്യപൂർവ്വം ഞങ്ങളോട് പെരുമാറിയല്ലോ. നമ്മളാണെങ്കിൽ അപരിചിതരെ ഇങ്ങനെ വാഹനത്തിൽ കയറ്റിക്കൊള്ളണമെന്നില്ല. എന്റെ നിസ്സഹായാവസ്ഥ കണ്ടും കൂടെയുള്ളതൊരു ഡോക്ടറാണെന്ന് മനസ്സിലാക്കിയുമൊക്കെയാകാം ഞങ്ങളെ കയറ്റിയത്. ഇവിടേക്കുള്ള യാത്ര തന്നെ നിഷ്ഫലമായിരിക്കുന്നു. ഇവിടെ നാഷണൽ പാർക്ക് കാണാനുണ്ടായിരുന്നു. ഫ്ലമിംഗോ തടാകം കാണാനുണ്ടായിരുന്നു. മടക്കയാത്രയിൽ ബിഷോഫ്തു എന്ന പട്ടണത്തിലും പരിസരങ്ങളിലുമായി കുറേ നല്ല കാഴ്ചകളുണ്ടായിരുന്നു. കുറേയേറെ കാഴ്ചകളിലേക്ക് പോകാൻ പദ്ധതിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. വന്ന വഴി തിരിച്ചു പോവുകയാണ്. ഉദ്ദേശിച്ചതൊന്നും ചിത്രീകരിക്കാനാവാതെയുള്ള മടക്കം. സഞ്ചാരത്തിനിടെ എനിക്ക് ഇതുപോലൊരനുഭവം അധികമുണ്ടായിട്ടില്ല. അബിദ് ജാത്ത ഷാല നാഷണൽ പാർക്കിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പാർക്കിനുള്ളിൽ തന്നെ ഗോത്രഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമെല്ലാമുണ്ട്. 900 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന നാഷണൽ പാർക്കാണ്
അബിത് ജാത്ത ശാല. അബിത് ജാത്ത ശാല എന്നീ വലിയ 2 തടാകങ്ങളുടെ ഇടയിലുള്ള നാഷണൽ പാർക്ക്. 1990കളിലാണ് ഇവിടം ഒരു ടൂറിസ്റ്റ് സെന്ററായി വളർന്നത്. അതോടെ ധാരാളം ടൂറിസ്റ്റ് റിസോർട്ടുകളും നാഷണൽ പാർക്കിന്റെ പല ഭാഗങ്ങളിലായി നിലവിൽ വന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമെല്ലാം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ സീസണിലും അബിത് ജാത്ത ശാല നാഷണൽ പാർക്ക് സന്ദർശിക്കുന്നത്. അഡിസ് അബാബ ലക്ഷ്യമാക്കി കാർ നീങ്ങുമ്പോൾ നിരാശയോടെ ഞാനിരുന്നു. ഒരു ആഫ്രിക്കൻ രാജ്യത്തെ നാഷണൽ പാർക്കിൽ വന്നിട്ട് ഒന്നും ചിത്രീകരിക്കാനാവാതെ മടങ്ങുന്നു.